ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 4 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 18, 9, 6, 4, 7, 9, 13, 15, 6, 4. ഓക്കെ, ഈ ഡേറ്റോ ഈ മാസമോ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ബന്ധത്തിലോ ബർത്ത്ഡേ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യത്തിൽ റെസനേറ്റ് ആയി വരുന്നോ എന്ന് നോക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റൂട്ട് ഇഷ്യൂ എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ് വന്നിട്ടുണ്ട്. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ. ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥ, ഒന്നിനെക്കുറിച്ച് മുന്നോട്ടൊന്നും കാണാനും കേൾക്കാനും വയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ കെട്ടി വരിഞ്ഞു ഉണ്ട്, കൈയും കാലും എല്ലാം കെട്ടി, കണ്ണെല്ലാം കെട്ടി നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല. ഓക്കെ, ഒരു ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥ, ഒരു ജോയിൻ്റ്, നിങ്ങൾ രണ്ടുപേർക്കും ഒരേ അഭിപ്രായങ്ങളില്ല, രണ്ടുപേർക്കും രണ്ട് അഭിപ്രായത്തിൽ നിൽക്കുന്നു. അത് കാരണം രണ്ട് വശത്തേക്ക് വലിച്ചുകൊണ്ടിരുന്നില്ല, വടംവലി പോലെ രണ്ട് ഭാഗത്തോട്ട് വലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റും ഉണ്ടാകത്തില്ല. അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ. ഒന്നുകിൽ എന്തെങ്കിലും അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കണം, അതല്ല മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകണം. ഇത് രണ്ടിനും കഴിയാതെ നിങ്ങൾ നിൽക്കുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരുന്നാലും നിങ്ങളുടെ മാനസികാവസ്ഥ ഇതാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം, നിങ്ങളുടെ ആയിരിക്കാം. മാനസികാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് മറക്കാനും പറ്റുന്നില്ല, നിങ്ങൾക്ക് മുന്നോട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യത്തിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയാത്ത ഒരവസ്ഥയിൽ നിങ്ങളിങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴുള്ള അവസ്ഥ. ഒരു ഗ്രോത്ത് കാണുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒന്നുകിൽ അവസാനിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം. ഇത് രണ്ടും ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇല്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്, എന്ത് തടസ്സമാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്? ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനോ കഴിയാതെ നിൽക്കുന്ന തടസ്സം എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. സമയം നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാത്തിനും ഒരു സമയം അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം അനുകൂലമായി തീരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയാണ്. കാരണം ഡിപ്രഷനാണ്, ഓവർ തിങ്കിങ് ആണ്, ഭയമാണ്, ആരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, മാനസിക സമ്മർദ്ദങ്ങൾ കൂടി വരുന്നുണ്ട് ഓരോ ദിവസവും. അത് നിങ്ങളുടെ സമയം അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സമയം അനുകൂലമായി വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് റീഡിങ് കണ്ട നാളെ തന്നെ നമുക്കത് സാധിക്കണം എന്നുള്ളതല്ല, വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഈ സമയവും എനിക്ക് കടന്നു പോകും, എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം എൻ്റെ ലൈഫിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജോലിയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കുന്നെങ്കിൽ എനിക്ക് ഈ സമയവും കടന്നു പോകും. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ്. എന്നെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ,
നമ്മൾ ജീവിതത്തിൽ പരീക്ഷ ഇല്ല എങ്കിൽ നമുക്ക് വിജയമില്ല. വിധം കൊണ്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ചില പരീക്ഷകൾ വരും. ഇതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതിൻ്റെ പുറമെ ഒരു സ്റ്റെപ്പിൽ നിന്നും ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് മാറാൻ കഴിയും. നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും നാളും നമ്മൾ പരീക്ഷകൾ എഴുതിയേ പറ്റുള്ളൂ. നമ്മൾ പേപ്പറിൽ എഴുതുന്ന പരീക്ഷയല്ല, ഇത് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നതായ ചില പരീക്ഷകളുണ്ട് ഓരോ ഘട്ടത്തിലും. ആ ഘട്ടങ്ങൾ നമ്മൾ സ്ട്രെങ്ത് എടുത്ത് നല്ല രീതിയിൽ ജീവിത പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാരണത്തിൽ നിങ്ങൾ ഡിപ്രഷൻ അടിച്ച് മറ്റ് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്നു പോകാനല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെയ്തു പോകാനല്ല ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ മനസ്സ് സ്ട്രെങ്ത് ആയിട്ട് എഴുന്നേറ്റ് നടക്കാനാണ്. ഒരു കൊച്ച് പിച്ച വയ്ക്കുന്ന സമയത്ത് നമ്മൾ കൈ പിടിച്ച് നടത്തിക്കും, എങ്കിൽ പോലും അല്ലാതെയും അവനോ അവളോ പിടിച്ച് അവിടെ ഇവിടെ പിടിച്ച് എഴുന്നേൽക്കും, വീണ്ടും വീഴും, ചിലപ്പോൾ കരയും, വീണ്ടും ആ കരഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് എനിക്ക് ഇനി നടക്കണ്ട, ഇനി ഒരിക്കലും ഞാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പണി അവിടെ മതിയാക്കുന്നില്ല. വീണ്ടും വീണ്ടും ആ പരീക്ഷാ ഘട്ടങ്ങളിൽ വിജയിക്കാൻ അത് ശ്രമിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ സംബന്ധിച്ച് വീഴുക എന്നുള്ളത് വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണമാണ് അത് കടന്ന് പോകുന്നത്. ഇന്ന് ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ചിരിക്കുന്ന പല വ്യക്തികളും ഇതുപോലെ വീണ് പരീക്ഷകളും എഴുതി വന്ന വ്യക്തികളാണ്. ഓക്കെ, ഒരുപാട് അനുഭവിച്ചും കാത്തിരുന്നും കിട്ടിയ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളും അതുപോലെ നമ്മളുടെ തക്ക സമയത്തിന് വേണ്ടിയിട്ട് പരീക്ഷണങ്ങളാണോ നിങ്ങളെ മനസ്സുകൊണ്ട് അത് എഴുതി വിജയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, തളർന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്നു പോകാതെ ഇരിക്കുക, ഡിപ്രഷൻ ആകാതെ ഇരിക്കുക. നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അനുവദിക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഡിപ്രഷൻ വരത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഈ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടത്. ഒരു ഗുളികക്കോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഒരു വ്യക്തികൾക്കോ സാധ്യമല്ല. ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു പോകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ആ തടസ്സമാണ് നിങ്ങൾക്ക് ഉള്ളത്. ആ തടസ്സം നിങ്ങളായിട്ട് തന്നെ പുറത്തു കൊണ്ടുവരണം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. റീസെൻറ്റ് പ്രസൻറ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രസൻറ്റിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്? ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി കടന്നു വന്നു. നിങ്ങൾ പ്രണയത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചീറ്റിങ്ങോടുകൂടി ചതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പുറകിൽ നിന്നും ഒരു കുത്ത്, ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും കുത്തിയിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി കാർഡ് വന്നിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയുടെ ഉപദേശങ്ങൾ, നിരന്തരമായിട്ടുള്ള ബ്രെയിൻ വാഷ് നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് കാരണം നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടത്തിലെ ആദയും ഔവയുടെയും സ്റ്റോറിയാണ് ഈ കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി വളരെ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന 2 വ്യക്തികളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ വ്യക്തികളുടെ ഇടയിൽ ബൈബിളായിട്ടുള്ള പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പ്, ഒരു തേർഡ് പാർട്ടി, ഒരു പാമ്പിൻ്റെ ഉപദേശം ഏതോ തേർഡ് പാർട്ടിയാണ്. ലവ് തേർഡ് പാർട്ടിയും കാണും, അല്ലാതെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അയൽക്കാരിലെ പുരുഷന്മാർ എല്ലാം വരും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ ഉപദേശങ്ങൾ, ഇവിടെ ഒരു പാമ്പിനെ കാണാം, നമ്മുടെ ഔവ്വേനെ പറ്റിച്ചതുപോലെ ആ ഒരു ഉപദേശപ്രകാരം നിങ്ങളുടെ ലൈഫിൽ റീസെൻറ്റ് പ്രസൻറ്റിലുണ്ടായ ചതിയാണ് ഉണ്ടായത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് റീസെൻറ്റ് പ്രസൻറ്റിൽ ഉണ്ടായത്. മറ്റൊരു വ്യക്തിയുടെ ചതിയോടുകൂടിയുള്ള ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സ്വീകരിക്കുകയോ ചെയ്തു. ഓക്കെ, ചതിയുടെ കാർഡും ഇവിടെ വന്നിട്ടുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രസൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മൂണിൻ്റെ അവസ്ഥയാണ്. മൂണിൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 15 ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായിരുന്നാൽ ഒരു 15 ദിവസം നിങ്ങൾക്ക് അന്ധകാരമാണ്. നിങ്ങളുടെ ഉള്ളിൽ വിഷമങ്ങളാണ്, ഒരുപാട് ഓവർ തിങ്കിങ് ആണ്. മൂണെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഓവർ തിങ്കിങ് ഉള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് സോഡ്. ഓക്കെ,
തേർഡ് പാർട്ടി നിങ്ങളുടെ ഹൃദയത്തെ തകർത്തുകൊണ്ട് ഇപ്പോൾ പ്രസൻറ്റിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളുടെ വാക്കുകൾ കാരണം നിങ്ങളുടെ ഹൃദയത്തെ മുറിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇവിടെ 2 മൃഗങ്ങളെ കാണാം. അത് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള മൃഗങ്ങളാണ്. വീട്ടിൽ വളർത്തുന്നവരുണ്ട്, കാട്ടിലെ മൃഗങ്ങളുമുണ്ട്. അപ്പം വീട്ടിലെ മൃഗമാകുമ്പോൾ കുറച്ച് സ്നേഹവും കാര്യങ്ങളും ഉള്ള വ്യക്തിയായിരിക്കാം. അല്ലാതെ കുറച്ച് ദേഷ്യത്തോടു കൂടി നിങ്ങളെ ക്രൂരമായി നശിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന, അപ്പം പോസിറ്റീവ് നെഗറ്റീവ് വാക്കുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രസൻറ്റിലെ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. ചില സമയത്ത് നിങ്ങൾക്ക് നല്ല ചിന്തകളും വരും, ചില സമയത്ത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വന്ന് നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ കാണും. പഴയ കാര്യങ്ങൾ, ഇവിടെ ഒരു ഗ്രാബിനെ കാണാം. അതെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫിലെ പഴയ ക്യാൻസറാണ് വന്നിരിക്കുന്നത്, വാട്ടർ എനർജി. ഓക്കെ, ഈ ഒരു കാര്യം പഴയ ചിന്തകളാണ്. ഈ പഴയ ചിന്തകൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും നെഗറ്റീവ് കൊണ്ടുവരികയും അത് വീണ്ടും നെഗറ്റീവിൽ തന്നെ നിന്ന് നിങ്ങളുടെ ബാലൻസ് പോകുന്ന അവസ്ഥയാണ് പ്രസൻറ്റിലുള്ളത്. അത് നിങ്ങൾക്കാകാം, നിങ്ങളുടെ പേഴ്സൺ ആകാം, 2 പേർക്കും ഈ എനർജി ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു നിങ്ങൾ കാരണം അവരുടെ ഹൃദയം വേദനിച്ചിരിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾ കാരണം അവർക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. ഓക്കെ, അവർക്കിപ്പം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അവരുടെ ജീവിതം നശിച്ച അവസ്ഥയിലാണ് എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ ഇതേ ചിന്ത നിങ്ങൾക്കുമുണ്ട്. ഓക്കെ, 2 പേരുടെയും എനർജി ആകാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ചുറ്റും സന്തോഷം വരുന്നുണ്ട്, ഇവിടെ ഒരു സൂര്യനെ കാണുന്നുണ്ട്, ആ കിരണങ്ങളെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെറ്ററായിട്ട് തീരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിലൊന്നും ശ്രദ്ധിക്കുവാനോ കാണുവാനോ ഒന്നും പറ്റുന്നില്ല. നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് വീണ്ടും വിഷമിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് പെൻറ്റിക്കിൾ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പെട്ടെന്ന് തന്നെ ഇപ്പം ഈ ഒരു പ്രസൻറ്റിൽ ഇങ്ങനെയുള്ള വേദനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് പെൻറ്റിക്കിൾ ആണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, മൂടി വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ നിങ്ങളെടുത്ത് പറയണമെന്നും അതെല്ലാം തുറന്ന് പറഞ്ഞ് ഈ ഭാരങ്ങൾ ഇറക്കി വെക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങളുമായിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ ആ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കാൻ തയ്യാറല്ല. 7 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് ഉണ്ട്, പക്ഷേ കഷ്ടപ്പെടുവാൻ തയ്യാറല്ല. ഇപ്പോൾ അവർക്ക് റെസ്റ്റ് വേണം. അവർക്ക് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നില്ല. പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു കാര്യമെല്ലാം നേരെയായി വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു നോസ്, താങ്ക് യു. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നല്ല, നിങ്ങളുടെ ഓർമ്മകൾ അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർക്ക് മണി എയിം ചെയ്യണം, അവർക്ക് സാമ്പത്തികമായി മുന്നേറണം എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. അവരിപ്പം ഐസൊലേഷനായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ അവർക്ക് മറ്റാരും സഹായത്തിന് വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളായാലും ചിലപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ സഹായം ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ചിന്ത എന്ന് പറയുന്നത് പണം എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളും അവരുടെ പ്രവൃത്തികളും എല്ലാം പണത്തെ ആസ്പദമാക്കിയാണ്. ഫാമിലിയിൽ നിന്നും, നിങ്ങൾ ഫാമിലി ആണെങ്കിൽ ആ ഫാമിലിയിൽ നിന്നും ദൂരെ ആയിരിക്കുന്നതാണ്. ഓക്കെ, അവരിപ്പം സഹായത്തിന് അവരുടെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ ആരും വേണ്ട. അവർക്ക് സ്വന്തമായിട്ട് അവർ പണത്തിൻ്റെ മുകളിൽ രാജാവാകാൻ ആരുടെയും സഹായം വേണ്ട. ഇത് മൊത്തം ചുമന്നുകൊണ്ട് നിൽക്കുന്നത് ആ ഒരു വ്യക്തി മാത്രമാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ സഹായത്തിന് അവർക്ക് ആരും വേണ്ട.
വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു വരണമെന്ന്. പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയാനോ നിങ്ങളുടെ മുന്നിൽ വന്ന് സറണ്ടർ ആവാനോ ഒന്നും അവർ തീരുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കതിന് താല്പര്യമില്ല, അതിന് പ്രവർത്തിക്കാൻ അവർ തയ്യാറാകത്തുമില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാലും അവർക്ക് ദേഷ്യമാണ്. ഇപ്പോൾ ഒരു പ്രണയം കാര്യങ്ങളൊന്നും നിങ്ങളോട് കാണുന്നില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന വ്യക്തിയുടെ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് കളറാണ്. ദേഷ്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും മറച്ചു പിടിച്ചിരിക്കുന്ന, അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും മറച്ചു പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവർ പുറത്ത് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അത് പ്രകടിപ്പിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മുന്നോട്ട് പോകുന്നതിന് പ്രയാസമുള്ള കാര്യമാണ്. വെയിറ്റിങ്ങിലാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം തുറന്ന് പറയുന്നതാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ നിയർ ഫ്യൂച്ചറിലും വെയിറ്റിങ്ങിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹം മാത്രമേ ഉള്ളൂ, തുറന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, ലോങ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ദ എംപറർ ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്പ്, ഓവറോൾ എനർജി 4 ഓഫ് കപ്പ്. ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ റിജക്ഷനാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതെങ്കിൽ ആ റിജക്ഷനൊക്കെ മതിയാക്കി നിങ്ങളെ സ്വീകരിക്കും. ഓക്കെ, ഒരു കപ്പ് നിങ്ങൾ കുറേ നാളായിട്ട് അവരുടെ മുമ്പിൽ കോളും മെസ്സേജൊക്കെ ആക്കി നിങ്ങൾ അവരുടെ മുന്നിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ സ്വീകരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വീകരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രണയം ഇനി നിങ്ങളുടെ ലൈഫിൽ കാണുമെന്നുള്ള കാര്യം, നിങ്ങൾ ആദ്യം പ്രണയിച്ചതുപോലെയുള്ളൊരു പ്രണയം കാണുമോ എന്നുള്ള കാര്യം പാടാണ്. കാരണം ഇവിടെ വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം നിങ്ങളായാലും ശരി അങ്ങോട്ടായാലും ശരി, നിങ്ങളുടെ ഇടയിൽ കൂടെ കാണും. ഈ വ്യക്തിയുടെ കയ്യിൽ കപ്പ് ഇരിപ്പുണ്ട്, പക്ഷെ ആ കപ്പിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. പ്രണയം സ്നേഹമൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് തോന്നിക്കുമെങ്കിലും ഉള്ളിൽ കാണും. പക്ഷേ പ്രകടമാക്കാൻ രണ്ടുപേരും തയ്യാറാകത്തില്ല. രണ്ടുപേരും ഈഗോയിലേക്ക് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒന്നാകും, ഒരുമിച്ച് പോകും, സ്ഥാനങ്ങളും മാനങ്ങളും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും. നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ ആ ഒരു സ്ഥാനമാനം ലഭിക്കും. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ആ സുഹൃത്തിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. പക്ഷേ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലേ ഉള്ളൂ, പ്രകടമാക്കി സ്നേഹം കാണുന്നില്ല. ഓക്കെ, നിങ്ങളെ ചേർത്ത് പിടിക്കും, പക്ഷേ ആ ഒരു കപ്പിലേക്ക് ആ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല. കപ്പിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ ആ പ്രണയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് കപ്പിൻ്റെ എനർജിയിലാണ് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് ഭ്രമങ്ങൾ അവർക്കുണ്ട്. അവരെ വശീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുപാടും ഓരോ കാര്യങ്ങളുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവർക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ കൺഫ്യൂഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പേജ് ഓഫ് സോഡാണ്. ഓക്കെ, 7 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. വീണ്ടും 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ 7 ഓഫ് കപ്പ് തന്നെയാണ്. ഇപ്പോൾ അവരുടെ ചുറ്റും ഒരുപാട് സന്തോഷത്തിന് ഒക്കെ ആൾക്കാരുണ്ട്. അവരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് ആൾക്കാരുണ്ട്. അവർക്ക് എന്തൊക്കെയോ വിജയം നേടിയെടുക്കണമെന്നുള്ള കാര്യങ്ങൾ അവർക്കുണ്ട്. അവരിപ്പോൾ ഭ്രമത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം പെട്ടെന്ന്. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്ലൗഡ് എന്ന് പറയുന്നത് അവർ ചെയ്ത കർമ്മയ്ക്ക് അനുസരിച്ചാണ് അവർക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഓരോ കപ്പിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ പാമ്പുണ്ട്, ഓക്കെ, ഡ്രാഗനുണ്ട്. ഡ്രാഗൻ എന്നൊക്കെ പറയുന്നത് വശീകരണത്തിൻ്റെ കാര്യങ്ങളാണ്. അവരെ അട്രാക്റ്റ് ചെയ്ത് പോകുന്നതാണ്. അവരെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അവരുടെ ലൈഫിലുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഇരിക്കുന്നത്. അവനവൻ ചെയ്യുന്ന കർമ്മ അനുസരിച്ച് മാത്രമേ അവർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പണ്ട് കൊച്ചുനാളിൽ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കർമ്മ അതിൽ പറയുന്നത്, ആ ഒരു കഥയിൽ പറയുന്നത് പോലും കർമ്മയാണ്.
കർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴികളിൽ ചെയ്തു വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം ആ സ്വർണത്തിൻ്റെ പെട്ടി കിട്ടുന്ന കൊച്ച് ഒരു വാഴ ചോദിക്കും എന്നെ നേരെ നിർത്താൻ പറ്റുമോയെന്ന്. അങ്ങനെ ആ കൊച്ച് വാഴയ്ക്ക് താങ്ങും കൊടുത്ത് നേരെ നിർത്തും. ഒരു പശു പറയും എന്നെ ഒന്ന് അഴിച്ചു വിടാമോ, അങ്ങനെ പശുവിനെ അഴിച്ചു വിടും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നല്ലത്. എന്നെ വെള്ളം ചവിട്ടി കലക്കാതെ പോകുമോ എന്ന് നദി ചോദിക്കും. അങ്ങനെ കൊച്ച് പതുക്കെ കാലൊന്നും അനക്കാതെ പോകും. അപ്പോൾ അത് ചെയ്യുന്ന കർമ്മയുടെ ഫലം അവസാനം ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു പെട്ടി കിട്ടുന്നത് പോലെ. രണ്ടാമത്തെ വ്യക്തി ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, വഴിയിൽ ഹെൽപ്പ് ചോദിക്കുന്നവരെല്ലാം അതിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞത് ദോഷകരമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ കടന്നു പോയിട്ട് അവർക്ക് ലഭിക്കുന്നത് വലിയ പെട്ടിയുമാണ് എടുക്കുന്നത്. ആ പെട്ടിക്കകത്ത് നിറച്ച് സർപ്പങ്ങളായിരുന്നു. ഓക്കെ, അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചുറ്റും ഇഷ്ടംപോലെ ഫ്രണ്ട്സുകളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ജോലികളുണ്ട്, പണമുണ്ട്, എല്ലാ കാര്യങ്ങളും ചുറ്റുമുണ്ട്. പക്ഷേ ചെയ്ത കർമ്മയ്ക്ക് അനുസരിച്ചാണ് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി ഒരു കപ്പ് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ചെയ്ത് വീണ്ടും കാർമിക്കായിട്ടുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ലൈഫിൽ കുറച്ചുകൂടി കർമ്മ അനുഭവിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതാണ് പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകളാകാം, പുരുഷന്മാരാകാം, അല്ലെങ്കിൽ ജോലിയാകാം, അല്ലെങ്കിൽ ഒരുപാട് പണമാകാം, ഒരുപാട് കാര്യങ്ങൾ അവരെ ചുറ്റി നിൽപ്പുണ്ട്. പക്ഷേ അവർ സെലക്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അവരുടെ കർമ്മയുടെ ഫലമാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ചുറ്റുപാട് ഇപ്പോൾ എന്താണ് അവസ്ഥ, മറ്റുള്ളവരിൽ നിന്നും അവർ നേരിടുന്നതായിട്ടുള്ള അവസ്ഥ, ചുറ്റുപാടിലുള്ള ആൾക്കാർ ഏതെല്ലാം രീതിയിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇപ്പോൾ ഉള്ളത്. പ്ലീസ് ഗൈഡ് മീ, ഇന്നേ ദിവസമുള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ഇന്നത്തെ ചുറ്റുപാട് നിങ്ങളുടെ പേഴ്സൻ്റെ? എയ്സ് ഓഫ് കപ്പാണ്, 9 ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇന്നേ ദിവസം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഐസൊലേഷനായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വളരെ ക്ലിയറായിട്ട് മുന്നോട്ടുള്ള ഓരോ പാതകളും വളരെ സൂക്ഷിച്ചാണ് പോകുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അവർ ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇന്നേ ദിവസം അവരുടെ ലൈഫിലേക്ക് അവർ വെയിറ്റ് ചെയ്തതായിട്ടുള്ള എന്തോ കാര്യങ്ങൾ അവർക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. തിരഞ്ഞു കവിയുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് അവരുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരാൻ പോകുന്നത്. ഓക്കെ, അവർ വെയിറ്റ് ചെയ്തതായിട്ടുള്ള എന്തോ കാര്യം അവരുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നു. പേഴ്സൺ ഇന്നേ ദിവസം ഭയപ്പെടുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ഭയപ്പെടുന്നതും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഡെവിൾ എനർജിയാണ്. ഒരു തേർഡ് പാർട്ടിയെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഭയപ്പെടുന്നത്. ഓക്കെ, ചില തേർഡ് പാർട്ടി, ചില ഉപദേശങ്ങൾ, ചിലവരുടെ കൺട്രോളിങ് നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്. അത് അവസാനിപ്പിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ചലഞ്ച് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നത് ഇവിടെ ഡെവിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഡെവിളിനെ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ ഉപദേശങ്ങളെ, കൺട്രോള്, അവരൊരുപാട് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില അഡിക്ഷനുകളെ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് അഡിക്ഷനും ആകാം. ഓക്കെ, ആ ഒരു അഡിക്ഷൻ അല്ലാതെ തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള അഡിക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അഡിക്ഷനെ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അവസാനിക്കണം, അതെല്ലാം അവസാനിച്ച് മറ്റൊന്ന് തുടങ്ങണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു റിലേഷനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയുടെ ആ കൺട്രോള് അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തിൽ നിൽക്കുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ നേരിടുന്നുണ്ട്. ആദ്യ സമയത്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര സന്തോഷത്തിൽ ഓടി നടന്ന് തിരഞ്ഞെടുത്തു. പക്ഷെ തിരഞ്ഞെടുത്തത് ഏതെങ്കിലും കപ്പ്, വളരെ സ്നേഹമുള്ളതാണെന്നും പറഞ്ഞ് തിരഞ്ഞെടുത്ത കപ്പ് ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നും സർപ്പമാണ് തിരിച്ചു വന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കത് അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല.
അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അതിൽ നിന്ന് തലയൂരി പോകാൻ പറ്റാതെ പല ചലഞ്ചും അവർക്കിപ്പോൾ നേരിടുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു എനർജിയിൽ നിന്നും ലൈഫ് ലെസൺ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ലൈഫ് ലെസൺ ആണ് എൻ്റെ വ്യൂവേഴ്സും പേഴ്സണും മനസ്സിലാക്കേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഡെവിളിൻ്റെ കാർഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. ടു ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഡെവിളിൻ്റെ കാർഡിനെ ക്ലാരിഫൈ ചെയ്ത് 2 ഓഫ് സോഡ്. നമ്മൾ ഇത് തന്നെയാണ്, നമ്മൾക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വന്ന് ഭ്രമിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കും. പക്ഷേ നമ്മളത് കണ്ണടച്ചുകൊണ്ട് അതിന് വിധി എഴുതാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തി അവരുടെ കണ്ണുകൾ അടച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത്. തീർപ്പ് കൽപ്പിക്കുക എന്ന് പറയുന്നത് പോലും ശരിയായ ദിശയിൽ കൂടിയല്ല. അവരുടെ മനസ്സ് ഒരു വെപ്രാളപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് അവർ ഡിസിഷൻ എടുക്കുന്നത്. അവർക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈഫിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാതെ ചില ഡിസിഷൻ എടുക്കാൻ പാടില്ല. നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഒരു വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. കണ്ണടച്ച് ആരെയും വിശ്വസിച്ചുകൊണ്ട് ഒന്നിലേക്കും എടുത്ത് ചാടാൻ പാടില്ല. അത് നിങ്ങളാണെങ്കിൽ തന്നെയും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷന് നിങ്ങളുടെ മുന്നിൽ അതിൻ്റെ സത്യസന്ധമായ തെളിവുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. അല്ലാതെ അവിടുന്നും ഇവിടുന്നും കേട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. ഓക്കെ, സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുക. നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തത്, അയ്യോ ഞാൻ എടുത്തു ചാടി ചെയ്തത് കൊണ്ട് എനിക്കത് പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ലൈഫ് മുഴുവനും ആ ഒരു വേദനയിൽ തുടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണോ അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ എടുത്തതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. ഓക്കെ, അല്ലാതെ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം, ഇവിടെ ഡെവിളിൻ്റെ എനർജി വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ ആജ്ഞ അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിങ്ങളെ ബന്ധിച്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതിപ്പോൾ ടാരോ റീഡിംഗ് ആണെങ്കിലും ശരി തന്നെ, ഒന്നിലധികം ആൾക്കാരുടെ എനർജി കടന്നു വരുന്നത് കൊണ്ട് ഇതെൻ്റെ എനർജിയാണ് എന്നുള്ളത് നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലെന്ത് ക്ലാരിറ്റിയാണ് മുന്നോട്ട് പോകാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഓക്കെ, ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളൊന്നും ടാരോ റീഡ് വഴി നിങ്ങൾ എടുക്കാൻ പാടില്ല. ടാരോ റീഡ് എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് മാത്രമാണ്. ഇത് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി അതിനെ നേരെയാക്കി കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഓരോ ദിവസത്തെ എനർജിയാണ് വരുന്നത്. ലൈഫ് ലോങ് ഉള്ള എനർജി നമുക്കിതിൽ കിട്ടുന്നതിന് വളരെ പാടാണ്. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് അന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും. ഓക്കെ, ചില ഉത്തരങ്ങളൊന്നും കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഓക്കെ, അല്ലാതെ ലൈഫിൽ വളരെ ശക്തമായ ഡിസിഷനൊന്നും കാർഡ് വഴി എടുക്കാൻ പാടില്ല. അപ്പം ഈ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആയോ എന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.